ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഈശോയിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിറവി തിരുനാൾ വലിയ സന്തോഷത്തിന്റെ, ആനന്ദത്തിന്റെ തിരുനാളാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദൈവം നമ്മോടുകൂടെ ഉണ്ട് എന്നുള്ള വലിയ ബോധ്യമാണ്. അതാണ് ഇതിന്റെ കാതലായ ഒരു സന്ദേശം. മത്തായി സുവിശേഷം 1-ാം അധ്യായം 22-23 വാക്യങ്ങളിലൊക്കെ ഇങ്ങനെയാണ് രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. കന്യക ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവൻ ദൈവം നമ്മോടുകൂടെ എന്നർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. യെശയ്യാ പ്രവചനത്തിന്റെ ഒരു സാക്ഷാത്കാരമാണത്. അങ്ങനെ മിശിഹായിലൂടെ യാഥാർത്ഥ്യമാകുന്നത് എന്ന് നമ്മൾ തിരിച്ചറിയുന്നു. ദൈവത്തെ ഒരു അങ്ങ് വിദൂരതയിൽ വസിക്കുന്ന ഒരു വ്യക്തിയായോ ഒരു ആശയമായോ ഒരു ആദർശമായോ ഒന്നുമല്ല തിരിച്ചറിയേണ്ടത്. മറിച്ച് ഇന്ന് എന്നോടൊപ്പം എന്നെ അറിയുന്ന, എൻ്റെ ഹൃദയത്തിൽ ജീവിക്കുന്ന, ഞാനായിരിക്കുന്ന ഇടത്തിൽ, എൻ്റെ പരിസരങ്ങളിലൊക്കെ എന്നോട് ചേർന്ന് നിൽക്കുന്ന ഒരു ദിവ്യമായ സാന്നിധ്യമായിട്ട്, കരുതലിന്റെ സാന്നിധ്യമായിട്ട് ദൈവത്തെ തിരിച്ചറിയുന്നതാണ് യഥാർത്ഥത്തിൽ ദൈവാനുഭവത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മേഖല. അത്തരത്തിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് ഈശോയിലൂടെ നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഈശോ മിശിഹായിലൂടെ നൽകപ്പെട്ട വെളിപ്പെടുത്തലിന്റെ ഒരു അനന്യതയും അത് തന്നെയാണ്. ദൈവം ലോകത്തിലേക്ക് മനുഷ്യരക്ഷാർത്ഥം ഇറങ്ങി വന്ന് ഏറ്റവും എളിയവനായി, ഏറ്റവും ചെറിയവനായിട്ട്, നമ്മിലൊരുവനായിട്ട് പിറന്ന് നമ്മോടൊപ്പം ആയിരിക്കുന്നു, നമ്മെ ചേർത്ത് പിടിക്കുന്നു, നമുക്ക് രക്ഷ നൽകിയിരിക്കുന്നു എന്നുള്ള വലിയ സത്യം. മത്തായി സുവിശേഷത്തിന്റെ അവസാന അധ്യായം 28-ാം അധ്യായത്തിലും ഇതേ വാഗ്ദാനം തന്നെയാണ് ഈശോ തന്റെ സ്വർഗാരോഹണ വേളയിൽ ശ്ലീഹന്മാർക്ക് നൽകുന്നത്, അല്ലെങ്കിൽ സഭയ്ക്ക് നൽകുന്നത്. ലോകാവസാനത്തോളം ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. അങ്ങനെ കർത്താവ് തന്റെ സഭയിലൂടെ ലോകാവസാനത്തോളം നമ്മുടെ മധ്യയായിരുന്നു കൊണ്ട് നമ്മെ അനുഗ്രഹിക്കുന്നു. ആ ഒരു വലിയ വിശ്വാസത്തിന്റെ ബോധ്യത്തിലേക്ക് കടന്നു വരാൻ നമുക്ക് സാധിക്കണം. മനുഷ്യന്റെ ഇന്നത്തെ വലിയ പ്രതിസന്ധിയും പ്രശ്നവും ഒറ്റപ്പെട്ടു പോകുന്നുള്ള ദുഃഖമാണ്. ആരും, എത്ര അടുത്ത ആളുകളുണ്ടെങ്കിൽ പോലും സുരക്ഷിതരല്ലെന്നും ഒറ്റപ്പെട്ടവരാണെന്നും ഒക്കെയുള്ള ചിന്തകളിൽ വല്ലാതെ ഭാരപ്പെടുന്നുണ്ട്. എല്ലാ മനുഷ്യരുടെയും ജീവിതത്തിൽ എപ്പോഴെങ്കിലുമൊക്കെ ഈ ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ കണ്ടേക്കാം. ഒറ്റപ്പെടലിന്റെ അനുഭവങ്ങൾ വലിയ വേദനിക്കുന്ന അനുഭവങ്ങളാണ്. അതുപോലെ തന്നെ പലതരത്തിലും സമൂഹത്തിന് മുമ്പിൽ ഒറ്റപ്പെട്ടു പോയവർ, തികച്ചും പാർശ്വവൽക്കരിക്കപ്പെട്ടവർ, പലതരത്തിലും വലിയ ഭാരങ്ങൾ ചുമക്കുന്നവർ, അങ്ങനെയുള്ളവർക്കൊക്കെ അനുഭവിക്കുവാൻ പാകത്തിൽ ദൈവത്തിന്റെ കരുതലുള്ള സ്നേഹമാണ് ഈശോയിലൂടെ നമുക്ക് ലഭിക്കുന്നത്. അതുകൊണ്ട് നമുക്കൊക്കെ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ള ആ വിശ്വാസവും ബോധ്യവും നമ്മയൊക്കെ സനാഥരാക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ആരും അനാഥരല്ല, ആരും അവഗണിക്കപ്പെട്ടവരല്ല, ആരും ഒറ്റപ്പെട്ടു പോയിട്ടില്ല, ആരും പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടില്ല ഈ ഭൂമുഖത്ത് എന്നുള്ള ഉറപ്പാണ് പിറവി തിരുനാളിലൂടെ ഈശോയുടെ സാന്നിധ്യം നമുക്ക് നൽകുന്നത്. ആ വലിയ ഉറപ്പ് നൽകുന്ന പ്രത്യാശയിൽ, സ്നേഹത്തിൽ, സന്തോഷത്തിൽ നമുക്ക് എന്നും ആയിരിക്കാം. ഒപ്പം നമുക്ക് ദൈവം നമ്മുടെ കൂടെ ആയിരിക്കുന്നു എന്ന ബോധ്യത്തോടു കൂടി മറ്റുള്ളവരെയും ചേർത്ത് പിടിക്കാൻ സാധിക്കണം. ദൈവത്തിന്റെ സാന്നിധ്യം നമ്മളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകിയെത്താനുള്ളതാണ്. അതുകൊണ്ട് മറ്റുള്ളവരെ ചേർത്ത് പിടിക്കാൻ, അകന്നു പോയവരെ, ഒറ്റപ്പെട്ടു പോയവരെ, പാർശ്വവൽക്കരിക്കപ്പെട്ടവരെ ചേർത്ത് പിടിക്കാനും കൂടെ നമുക്ക് കഴിയുമ്പോഴാണ് ഈ വിശ്വാസം അതിന്റെ ശരിയായ അർത്ഥത്തിൽ നാം ജീവിക്കുന്നത്. ആ ഒരു പ്രത്യാശാഭരിതമായ, ആനന്ദദായകമായ അനുഭവത്തിലായിരിക്കുവാൻ ഈ പിറവി തിരുനാൾ നമ്മെ ക്ഷണിക്കുന്നു. ദൈവം നമ്മെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. പിറവി തിരുനാളിന്റെ, ക്രിസ്മസിന്റെ എല്ലാവിധ മംഗളങ്ങളും സ്നേഹത്തോടെ ഏവർക്കും നേരുന്നു. പ്രത്യാശാഭരിതമായ ഒരു പുതുവർഷവും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ദിനങ്ങൾ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.